നടന്ന ബിബിസിന്റെ സമാപന ദിനത്തിൽ സമാപന സമ്മേളനത്തോടനുബന്ധിച്ചുള്ള റാലിയാണ് ഈ പ്രദേശത്തും വരാൻ ഇടയായിത്തീർന്നത്. എക്സ്-ബിബിസിന്റെ സിലബസ് അനുസരിച്ച് AI ജെൻ എന്നുള്ള ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും അനിവാര്യമായിരിക്കുന്ന അറിവ് പകർന്നിരുന്ന തീം അടിസ്ഥാനപ്പെടുത്തി കഴിഞ്ഞ ദിവസങ്ങൾ പാട്ടുകൾ, ആക്ഷൻ സോങ്ങുകൾ, ഗെയിമുകൾ ഒക്കെ അവർ പഠിക്കാനിടയെ തീർന്നു. സമൂഹത്തിൽ എങ്ങനെ ഉത്തമ പൗരന്മാരായി ജീവിക്കാം, മാതൃകയുള്ളവരായി, മാതാപിതാക്കൾക്ക് കൊള്ളാകുന്നവരായി, സമൂഹത്തിൽ പുരോഗതി കൈവരിക്കാൻ കഴിയുന്നവരായി എങ്ങനെയാണ് വളർന്നു വരേണ്ടത് എന്നത് വ്യക്തമായ നിർദ്ദേശങ്ങൾ നൽകി അവരെ പഠിപ്പിക്കുകയായിരുന്നു. ഈ പ്രദേശത്ത് ഞങ്ങൾ സന്തോഷത്തോടെ കടന്നു വന്നത് കർത്താവായ യേശുക്രിസ്തു ഞങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം ഈ ബിബിസിന്റെ സമാപന ദിനത്തിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പ്രോഗ്രാമുകളായി, അപ്പോൾ തന്നെ തിരുവചനത്തിലൂടെ സന്ദേശമായി നൽകി ഈ ദേശം വിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ ഞങ്ങൾ കർത്താവിൽ ശരണപ്പെടുകയാണ്. പ്രാരംഭത്തിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ പഠിച്ച ആക്ഷൻ സോങ്ങുകളും ഒരു ഗാനം ഇവിടെ അവതരിപ്പിക്കും. ഈ ദേശത്ത് ഈ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ ദേശനിവാസികളെയും ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പ്രോഗ്രാം കാണുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന ഇവിടെ കളിക്കാൻ ആഗ്രഹിക്കുന്ന ആക്ഷൻ സോങ് കളിക്കുന്നതിന് വേണ്ടിയിട്ട് തയ്യാറാകാൻ ഓർപ്പിക്കുന്നു. ന്റെ കാലമ എന്നുള്ള പാട്ടിന്റെ ആക്ഷൻ അവതരിപ്പിക്കുന്നു. റെഡി? നിങ്ങൾ റെഡിയായോ? റെഡി? 1, 2, 3 സ്റ്റാർട്ട്.
വർഷങ്ങളായി ഈ ശബ്ദവാഹിനിയുടെ ശബ്ദപരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ നല്ലവരായ ദേശനിവാസികൾക്കും അനുസരണായ യേശു ക്രിസ്തുവിന്റെ അനുഗ്രഹീതമായ നാമത്തിലുള്ള അഭിവാദനങ്ങളെ ഞങ്ങൾ അറിയിക്കുന്നു. പ്രത്യേകാല ചർച്ചൽ ദേശത്ത് പ്രവർത്തിക്കുന്ന BBS ടീമായിട്ടാണ് ഇന്ന് ഞങ്ങൾ നിങ്ങളെ ഈ ദേശത്ത് അഭിസംബോധന ചെയ്യുന്നത്. ഈ ദേശത്തിലെ കുഞ്ഞുങ്ങൾക്ക് സതുപദേശം പറഞ്ഞു കൊടുക്കാൻ, നാളത്തെ നല്ല ഉത്തമ പൗരന്മാരായി ജീവിക്കേണ്ട സാഹചര്യങ്ങളെ കുറിച്ച് അനുഗ്രഹിക്കപ്പെട്ട ക്ലാസുകളാണ് ഈ ഒരാഴ്ചക്കാലം അവർക്ക് ലഭ്യമായത്. ഈ ഒരു കാലഘട്ടത്തിൽ സമൂഹം മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും മറ്റ് സാമൂഹിക തിന്മകൾക്കും അടിമയായി മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് എന്നുള്ള കാര്യം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. നമ്മുടെ അക്ഷര സാക്ഷര സുന്ദര കേരളം എന്ന് നാം പൊതുവെ പറയപ്പെടുന്ന ദൈവത്തിന്റെ സ്വന്തം നാടായ കൊച്ചു കേരളം, പ്രബുദ്ധതയുടെ ഉയർച്ചകൾ എന്നും എന്നേക്കും അഭിമാനിക്കാൻ കഴിയുന്ന കൊച്ചു കേരളം എന്ന് മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും മറ്റ് സാമൂഹിക തിന്മകളുടെയും അടിമയായി മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കാലഘട്ടത്തിന്റെ കണക്കനുസരിച്ച് പറഞ്ഞാൽ ഏകദേശം 200-ൽ പരം സ്കൂളുകൾ, നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിക്കുന്നത് പോലത്തെ ഉള്ള സ്കൂളുകൾ, ഏകദേശം 200-ൽ പരം സ്കൂളുകൾ ഇന്ന് മദ്യ മയക്കുമരുന്ന് ഉപയോഗത്തിന്റെ ഹോട്ട്സ്പോട്ടായി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നു. ഒരുപക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന സ്ഥാപനങ്ങളും സമീപ പ്രദേശങ്ങളും ഒക്കെ ഈ തരത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമായി അറിയത്തില്ല. നമ്മുടെ കുഞ്ഞുങ്ങളോടൊപ്പം ഇരുന്ന് പഠിക്കുന്ന കുഞ്ഞുങ്ങളുടെ സ്വാഭാവികമായിട്ടിരിക്കുന്ന അവരുടെ സ്വഭാവങ്ങൾ എന്താണെന്ന് നമുക്കറിയത്തില്ല. അതുകൊണ്ട് തന്നെ നാം വളരെ ശ്രദ്ധിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിക്കാൻ കടന്നു പോകുമ്പോൾ നാം ശ്രദ്ധിക്കണം. ഒരുപക്ഷെ അവരുടെ ബാഗുകൾ നാം നന്നായി പരിശോധിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. നല്ല ഉപദേശങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ നാം ഒരുമിച്ച്, മാതാപിതാക്കളായ നാം ഒരുമിച്ച് തയ്യാറാകണമെന്ന് ഞാനും അഭ്യർത്ഥിക്കുകയാണ്. പ്രധാനമായിട്ടും നമുക്കറിയാം, ഒരു കാലഘട്ടത്തില് ഉന്നതന്മാരായി ജീവിച്ച പല ആൾക്കാരും അവരുടെ നല്ല പ്രായത്തിലാണ് ജീവിതം അവസാനിപ്പിക്കപ്പെട്ടത്. അതിന്റെ എല്ലാം പിന്നിലുള്ള കാരണം മദ്യവും മയക്കുമരുന്നും ഒക്കെയാണ്. ഒരുപക്ഷെ നമ്മൾ പറയാറുണ്ട്, ഈ നല്ല പ്രായത്തിലെ മരിച്ചുപോയി, ഇല്ലെങ്കിൽ കുറച്ച് വർഷങ്ങൾ കൂടി ജീവിച്ചിരുന്നെങ്കിൽ ഉയർച്ചയിൽ എത്തിച്ചേരുമായിരുന്നു എന്ന് നാം പറയാറുണ്ട്. അതുപോലെ തന്നെ സമൂഹത്തിൽ ഒരുപക്ഷെ നല്ല ജോലി ചെയ്ത് നല്ല നിലവാരത്തിൽ ഉന്നത ജീവിതത്തിലേക്ക് കടന്നു വന്നവർ അധികം താമസിക്കാതെയൊക്കെ അവരുടെ ഈ തരത്തിലുള്ള ദുശീലങ്ങൾ, മദ്യപാനം, മയക്കുമരുന്ന് തുടങ്ങിയ ദുശീലങ്ങൾ കൊണ്ട് ഒരുപക്ഷെ അവരുടെ ജീവിതം അവസാനിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ ഒരിക്കലും അങ്ങനെ ഒരു തരത്തിലൂടെ പോകാൻ നാം ആഗ്രഹിക്കുന്നില്ല. അവർക്ക് നല്ല ഉപദേശങ്ങൾ പറഞ്ഞു കൊടുക്കാനാണ് നാം ആഗ്രഹിക്കുന്നത്. മദ്യം ഒരിക്കലും രുചിച്ചു നോക്കാൻ ഒരിക്കലും നമ്മുടെ കുഞ്ഞുങ്ങൾ തയ്യാറാകരുത്. അതുപോലെ നമ്മുടെ ഭവനങ്ങളിൽ നിന്നും നാം ഒഴിവാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മദ്യപാനം. ഒരുപക്ഷെ ഒന്നിലധികം എലികളുണ്ടെങ്കിൽ, പാറ്റകളുണ്ടെങ്കിൽ അവയെ തുരത്താൻ മാക്സിമം നമ്മൾ ട്രൈ ചെയ്യാറുണ്ട്. എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല രീതിയിൽ പോയിസൺ ഉപയോഗിച്ച് അവയെ നശിപ്പിക്കാൻ ശ്രമിക്കാറുണ്ട്. എന്നാൽ അതിലും വലിയ വിപത്തുകൾ നമ്മുടെ ഭവനങ്ങൾക്കകത്തുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ടോ? മദ്യത്തിന്റെ ആ ഒരു അനുഭവം, മയക്കുമരുന്നിന്റെ അനുഭവം, അതുപോലെ പാൻ മസാലകളുടെ അനുഭവം, ഒരുപക്ഷെ മാതാപിതാക്കൾ ആരെങ്കിലുമൊക്കെ, സഹോദരങ്ങളൊക്കെ, മൂത്ത ജ്യേഷ്ഠന്മാരൊക്കെ ഇത്തരത്തിലുള്ളവ ഉപയോഗിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മുടെ കുഞ്ഞുങ്ങളും അതിലേക്ക് വരാൻ, കാലെടുത്ത് വയ്ക്കാൻ സാധ്യത കൂടുതലാണ്. കാരണം മാതാപിതാക്കളുടെ അതേ സ്വഭാവങ്ങളാണ് കൂടുതലും കുഞ്ഞുങ്ങൾ പകർത്തിയെടുക്കാൻ ശ്രമിക്കുന്നത്. ഏറ്റവും നന്നായി കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ കഴിയുന്നത് ടീച്ചേഴ്സിനല്ല, നിങ്ങൾ മാതാപിതാക്കളായിരിക്കുന്ന നിങ്ങൾക്കാണ്. നിങ്ങൾ പഠിപ്പിക്കുന്ന ഉപദേശങ്ങളാണ് നാളെയുടെ നീളകളിൽ കുഞ്ഞുങ്ങൾ മനസ്സിലാക്കുന്നത്. സാധാരണ നമ്മൾ പറയാറുണ്ട്, ചൊട്ടയിലെ ശീലം ചുടല വരെ എന്ന് പറയാറുണ്ട്. സാധാരണ ഞാൻ ചോദിക്കട്ടെ, ഞാൻ കൗൺസിലിംഗ് പരമായിട്ടുള്ള പഠനങ്ങൾ നടത്തിയിട്ടുള്ള ആളാണ്. അതുകൊണ്ട് ഞാൻ പറയട്ടെ, നമ്മൾ 80 വയസ്സായാലും 90 വയസ്സായാലും റോഡ് മുറിച്ച് കടക്കാൻ നമ്മൾ തീരുമാനിക്കുമ്പോൾ നമ്മൾ ഓർക്കുന്നത് നമ്മുടെ മാതാപിതാക്കൾ ചെറിയ കാലത്ത്, കുട്ടിക്കാലത്ത് നമുക്ക് പറഞ്ഞു തന്ന കാര്യങ്ങളാണ്. റോഡ് മുറിച്ച് കടക്കുമ്പോൾ മക്കളെ അപ്പുറത്തും ഇപ്പുറത്തും നോക്കി വാഹനങ്ങൾ വരുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം അങ്ങോട്ട് പോകാൻ എന്ന് നമ്മുടെ മാതാപിതാക്കൾ, ഒരുപക്ഷെ 50 വയസ്സായ ആളും അത് അന്ന് പറഞ്ഞു കൊടുത്തത് ഇന്ന് ഫോളോ ചെയ്യുന്നുണ്ട്. രാവിലെ എഴുന്നേറ്റാൽ ഉടനെ പല്ല് തേക്കണം എന്നുള്ള കാര്യം ആരാ പഠിപ്പിച്ചത്? മാതാപിതാക്കൾ പഠിപ്പിച്ചതാ. അത് 80 വയസ്സായാലും ഇന്നും അനുഷ്ഠിക്കുന്നുണ്ട്. കാരണം മറ്റൊന്നുമല്ല, മാതാപിതാക്കളുടെ സ്വഭാവങ്ങൾ, മാതാപിതാക്കളുടെ ക്ലാസുകളൊക്കെ കുഞ്ഞുങ്ങളെ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട്. അങ്ങനെയാണ് സൈക്കോളജിസ്റ്റ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾ നല്ലവരായി ജീവിക്കണമെങ്കിൽ മാതാപിതാക്കൾ മദ്യപാനം ഉപേക്ഷിച്ച്, ഇപ്പോൾ ഉപയോഗിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ മദ്യപാനം ഉപേക്ഷിച്ച് ഉത്തമ പൗരന്മാരായി തീരാൻ ഞങ്ങൾ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. മദ്യം കൊണ്ട് ആരും രക്ഷപ്പെട്ടിട്ടില്ല എന്നുള്ള കാര്യം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. മദ്യപാനം കുടുംബത്തെ തകർക്കുന്നു, സാമൂഹിക ബന്ധങ്ങളെ തകർക്കുന്നു, നല്ലൊരു അപ്പൻ എന്ന സ്ഥാനം നശിക്കപ്പെടുന്നു, നല്ലൊരു അമ്മ എന്ന സ്ഥാനം നഷ്ടപ്പെടുന്നു, നല്ലൊരു മക്കൾ എന്ന സ്ഥാനം നഷ്ടപ്പെടുകയാണ്. അതുകൊണ്ട് ഈ
BBSന്റെ സമാപന ദിവസമായ ഇന്ന് ഇത്രയും കുഞ്ഞുങ്ങൾ നിങ്ങളെ അഭിസംബോധന ചെയ്യുമ്പോൾ അവരുടെ എല്ലാവരുടെയും ഉള്ളിലുള്ള ഒറ്റ ആഗ്രഹം അവരുടെ ആരുടെയും മാതാപിതാക്കൾ മദ്യം ഉപയോഗിക്കരുതെന്നാണ്. അവരുടെ മാതാപിതാക്കളെല്ലാം ദീർഘായുസോടെ ജീവിക്കണമെന്ന് അവരുടെ പ്രാർത്ഥനകൾ ഒന്ന് കേട്ടു നോക്കണം. അവരുടെ മാതാപിതാക്കൾ ദീർഘായുസോടെ ഇരിക്കാൻ അവർ പ്രാർത്ഥിക്കുന്നു. മദ്യം ഉപയോഗിക്കുന്ന ഒരു വ്യക്തി എങ്ങനെ ദീർഘായുസോടെ ഇരിക്കും, അതുപോലെ എങ്ങനെ ആരോഗ്യത്തോടെ ഇരിക്കും? ആ കുഞ്ഞുങ്ങളുടെ പ്രാർത്ഥനയെ ചൊല്ലിയെങ്കിലും മാതാപിതാക്കളായ എന്നെ കേൾക്കുന്ന നിങ്ങൾ പ്രധാനമായും മദ്യം ഉപേക്ഷിച്ചുകൊണ്ട് അതുപോലെ തന്നെ മയക്കുമരുന്ന് ഉപേക്ഷിച്ചുകൊണ്ട് നല്ല പൗരന്മാരെ തീരാൻ ഞങ്ങൾ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. ദൈവം നമ്മെ സഹായിക്കുന്നു. ഇതുവരെ ഞങ്ങളെ ശ്രമിച്ച എല്ലാവർക്കും യേശുവിന്റെ നാമത്തിലുള്ള നന്ദി അറിയിക്കുന്നു. നമ്മുടെ കുഞ്ഞുങ്ങൾ ഒരു പാട്ടിന്റെ ആക്ഷൻ കൂടെ പ്രദേശ എന്നുള്ള നമ്മുടെ പാട്ട് നമ്മുടെ ആക്ഷൻ നമ്മൾ കളിക്കാൻ വേണ്ടി പോവുകയാണ്. അതിനുവേണ്ടി തയ്യാറാകുക. അതിനുശേഷം നിങ്ങൾക്ക് വേണ്ടിയിട്ട് വെള്ളത്തിന്റെ ക്രമീകരണങ്ങൾ ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. കരിച്ചൽ സൺഡേ സ്കൂളിന്റെ BBSന്റെ ഭാഗമായി ഈ പ്രദേശത്ത് ഞങ്ങളെ ശ്രവിച്ച എല്ലാ നല്ല ശ്രോതാക്കൾക്കും നല്ല സ്നേഹികൾക്കും പ്രത്യേകിച്ചുള്ള നന്ദി വന്ദനങ്ങളെ അറിയിക്കുന്നു. ഇവിടെ ഞങ്ങൾ കേൾക്കപ്പെട്ടതുപോലെ നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ദൈവവചനത്തിലും ദൈവിക വഴിയിലും വളർത്താൻ താല്പര്യമുള്ളവർ കരിച്ചിൽ നടക്കുന്ന സൺഡേ സ്കൂളിലേക്ക് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ അയക്കുക. എല്ലാ ഞായറാഴ്ചയും 3:30 മണിക്ക് അവിടെ സൺഡേ സ്കൂൾ നടന്നു വരുന്നു. അക്ഷരസ്വകളും പാട്ടും ഗെയിമുകളുമായി കുഞ്ഞുങ്ങളെ ദൈവിക വഴികളിൽ നടത്തുവാൻ, ഈ കാലഘട്ടത്തിന്റെ വിപത്തുകളിൽ നിന്ന് കുഞ്ഞുങ്ങളെ ദൈവാശ്രയമുള്ളവരാക്കി വളർത്താൻ
നമ്മെ സഹായിക്കട്ടെ. അതിനായിട്ട് ഈ ദേശത്തിലെ മാതാപിതാക്കൾ ശ്രദ്ധിക്കാൻ ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇപ്പോൾ പ്രിയ സുശീലൻ പാസ്റ്റർ പ്രാർത്ഥിച്ച് ഈ പ്രോഗ്രാം ഇവിടെ പര്യവസാനിക്കുന്നതായിരിക്കും. കർത്താവേ, സ്തോത്രം സ്തോത്രം സ്തോത്രം. കർത്താവേ, ഈ ദേശത്ത് ഞങ്ങൾ കടന്നു വരുവാൻ ദൈവമൊരുക്കിയ കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഇതിന് മുഖാന്തരമായ ദൈവസഭയെ അനുഗ്രഹിക്കണമേ. കഴിഞ്ഞ ദിവസങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുവാനും ഇന്ന് പകരക്കാലം ഇവിടെ ബോധനങ്ങൾ നടത്തുവാൻ ദൈവമിടയാക്കി, വേദാസത്തിൽ കൂടി നല്ല ആലോചനകളൊക്കെ എടുക്കുവാൻ ദൈവമിടയാക്കി. ഞങ്ങൾ കടന്നു വന്നത് ഈ ദേശത്തിന് അനുഗ്രഹമായി തീരുവാൻ ദൈവം സഹായിക്കണമേ. അനേകര് പാവ വഴിവിട്ട് ദൈവത്തെ അറിയുവാൻ ദൈവം സഹായിക്കണമേ. ഈ ദേശത്ത് കർത്താവ് സ്നേഹിക്കുമാറാകണമേ. ഇന്ന് പകൽക്കാലം കടന്നു വന്ന് ഞങ്ങൾ കാടി ചവിട്ടിയത് ഈ ദേശത്ത് അനുഗ്രഹമെന്ന് പറയുവാൻ ദൈവം സഹായിക്കണമേ. ഞങ്ങളെ ശ്രമിക്കുന്ന മാതാക്കൾക്കായി, പിതാക്കന്മാർക്കായി, പ്രായമുള്ളവർക്കായി, കുഞ്ഞുങ്ങൾക്കായി, യൗവനക്കാർക്കായി പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകണം കർത്താവേ. എല്ലാവരും സുവിശേഷം കേട്ടവർ അനുഗ്രഹിക്കപ്പെടുവാൻ ദൈവം സഹായിക്കണമേ. പല ദിവസങ്ങളിൽ കർത്താവേ, അവർ ദൈവമക്കളായി തീരുവാൻ, സ്നാനപ്പെടുന്നവരായി, ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണുന്നവരായി കാണുവാൻ ദൈവം സഹായിക്കണം കർത്താവെ. തുടർന്ന് നിങ്ങൾ കടന്നു പോകുന്ന സ്ഥലത്തെ ദൈവം അനുഗ്രഹിക്കണം. യാത്രകളിൽ കൂടെ ഇരിക്കണം കർത്താവെ. ദൈവാനുഗ്രഹത്താൽ നിറയ്ക്കും. പിതാവ് പുത്ര പരിശുദ്ധ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഇത് അനുഗ്രഹമായിരിക്കാൻ ദൈവം സഹായിക്കും. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം. ഇതുവരെ ഞങ്ങളെ ശ്രദ്ധിച്ച എല്ലാവരോടുമുള്ള യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നന്ദി അറിയിക്കുന്നു. കുഞ്ഞുങ്ങളെല്ലാവരും നമ്മൾ ഈ സ്ഥലത്ത് വന്നതുപോലെ നമ്മുടെ വരിവരിയായി റാലിയായി മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. ബാനർ പിടിച്ചിരുന്ന കൂട്ടുകാർ ദയവായി ആ കാര്യം ക്രമീകരിക്കുക. അതുപോലെ ഡ്രം സെറ്റ് കൈകാര്യം ചെയ്തിരുന്നവരും ആ കാര്യം കൈകാര്യം ചെയ്യുക. നമ്മൾ ഈ ഇതുവരെ വന്നതുപോലെ ഏറ്റവും പൊക്കം കുറഞ്ഞ കുഞ്ഞുങ്ങൾ ഏറ്റവും മുന്നിലും പേര് കൂടിയവർ ഏറ്റവും പുറകിലുമായിട്ട് വരിവരിയായി നമ്മൾ ഇതുവരെ വന്നതുപോലെ അടുത്ത സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി തയ്യാറാവുക.